വെള്ളം ഞാൻ കുളിമുറിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തിനാ വന്ദനേച്ചി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ? വെള്ളം ചൂടാക്കേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? ഞാൻ എന്താ തണുത്ത വെള്ളത്തിൽ കുളിക്കില്ലേ? ഹരിതേ, സംസാരെല്ലാം കുളി കഴിഞ്ഞിട്ട് മതി. വാ വാ വാ, എഴുന്നേക്ക് വാ. ദേ, ചെരുപ്പോട് ഊരിട്ടെ. കുറച്ച് കഴിഞ്ഞു കുളിക്കാൻ വന്ദനേച്ചി. ആ, അതൊന്നും പറ്റില്ല. നിക്ക് 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 നിക്ക്, പോവല്ലേ. മുടി കഴിക്ക. ആദ്യം വന്ദനേച്ചി. ഇവിടെ നിക്കടി പെണ്ണെ. ഞാൻ കുളിച്ചോളാം. നിക്ക്. എന്തിനത്ര തിരക്ക്? ചേച്ചിയുടെ ഒരു കാര്യം. ഇപ്പൊ ഒരു നിലവിളി കേക്കും. 1 2 3 4. അയ്യോ മോളെ, ചേച്ചി വീണു. നമ്മുടെ മോള്. അയ്യോ വന്ദനേച്ചി. പ്രകാശേ, വന്ദന. ഹരിതയ്ക്ക് വെച്ചത് വന്ദനയ്ക്കാണല്ലോ കൊണ്ടത്. എനിക്കൊന്നുമില്ല. മനോജേ, ജഗനെ വിളിക്കേ. മനോജ വേണ്ട, ഞാൻ വിളിച്ചോളാം. വന്ദനേച്ചി ഏതായാലും ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കുന്നത് നല്ലതാ. മോളെ, തലയെങ്ങാനും അടിച്ചോ? ഈശ്വര, ഇതെന്തൊരു പരീക്ഷണം. വയറോടെ ഇരിക്കുന്ന കൊച്ച. ഇല്ല അമ്മേ, എനിക്കൊന്നുമില്ല. ഒന്ന് കാല് വഴുതിയതേ ഉള്ളൂ. ഇത് ചെറിയൊരു നാട്ടുവൈദ്യനെ തീരാവുന്നതേ ഉള്ളൂ. പതിയെ ചേച്ചി എഴുന്നേക്ക്. പതിയെ വാ അമ്മേ. സൂക്ഷിച്ച് സൂക്ഷിച്ച് പതുക്കെ. പ്രകാശ് ചേട്ടനാണോ വിളിക്കുന്നത്? ഹലോ പ്രകാശ് ചേട്ടാ. ഹലോ പ്രകാശ് ചേട്ടാ, പറഞ്ഞോ. ഹലോ പ്രകാശ് ചേട്ടാ, കേൾക്കുന്നില്ലേ? ഹലോ 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 ഹലോ